എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് തയ്യാറാക്കുന്നത് കായ കൊണ്ടൊരു തോരനാണ്. അപ്പോൾ കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏത് കായ കൊണ്ടും നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഏത്തക്കായ വേണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന സാധാരണ നമ്മുടെ കായ ഉണ്ടല്ലോ, പല പല കായകളായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അതെല്ലാം മതി നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞാനൊരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈ കായ നന്നാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് കറിയുണ്ടോ, അത് ഏത് കായ്ക്കും ഉണ്ടാവും. ഏത്തക്കായ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാനൊന്ന് പുരട്ടിയിട്ടാണ് ഇതിൻ്റെ തൊണ്ട് കളഞ്ഞെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് കളഞ്ഞെടുക്കാം. നമ്മൾ ഈ തൊണ്ട് കളഞ്ഞിട്ട് ഇങ്ങനെ വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുക വെച്ചാൽ നന്നായിട്ട് കറ പോയി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് അരിഞ്ഞ വഴി തന്നെ വെള്ളത്തിലേക്ക് ഇടുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ തൊണ്ട് കളഞ്ഞിട്ട് എടുത്ത് വെച്ചാൽ അതിൻ്റെ കളർ ചിലപ്പോൾ ഒന്ന് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ടാണ് വെള്ളത്തിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ പ്ലെയിൻ വാട്ടറാണ് അപ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോരുത്. ഇതുപോലെ കായത്തോരൻ റെഡിയാക്കി കഴിക്കുക വെച്ചാൽ കായത്തോരൻ ഇഷ്ടമില്ലാത്തവരും കഴിക്കും. അത്ര ടേസ്റ്റോട് കൂടിയാണ് തയ്യാറാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കായൊക്കെ ഞാൻ വെള്ളത്തിനകത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് ഓരോന്ന് അരിയുമ്പം കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടിയിൽ അരിഞ്ഞ് കിടക്കുമ്പം അതിൻ്റെ കറിയൊക്കെ നന്നായിട്ട് പോയി കിട്ടുകയും ചെയ്യും. പിന്നെ കളർ ഒട്ടും മാറില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ കായൊക്കെ വറുക്കുമ്പോഴും അങ്ങനെ തന്നെയല്ലേ ചെയ്യണേ, മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് അരിഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. കാരണം മെഴുക്കുവരട്ടി അരിയുന്നതിനെ പോലെയല്ല തോരൻ അരിയുമ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അത്ര നിശ്ചയം ഉണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതും കൂടി കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ കായൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മഞ്ഞൾ വെള്ളത്തിൽ ഞാനൊരു 5-6 മിനിറ്റ് ഇട്ട് വെച്ചിരുന്നു. അതിനുശേഷമാണ് ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് കായ നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് വേണം ആ കായ ഒന്ന് ഊറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ സ്റ്റൗവിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അതിനകത്തേക്ക് നമ്മളിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായെല്ലാം ഇട്ട് കൊടുക്കുക. വളരെ ഹെൽത്തി ആയിട്ടാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. ഒരുപാട് ഓയിലൊന്നും നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒന്നേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഇപ്പം കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. വേണമെച്ചാൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. കായൊക്കെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. അപ്പോൾ വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കൊടുക്കരുത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കായയിലേക്ക് ഒരുപാട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കായ ഒരുപാട് കുഴഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. കുറേ സമയമൊന്നും വേണ്ട കേട്ടോ. അത് വെന്ത് കിട്ടാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കായ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ കായ അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുക. നാളികേരം എത്ര ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ നാളികേരത്തിന് നല്ല വിലയും കൂടിയാണ് കേട്ടോ. വളരെ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒരെണ്ണം ചേർത്ത് കൊടുത്തു. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചെറിയുള്ളി എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുത്തോളൂ. ഞാനിപ്പോൾ ഒരു 8-9 അത്രയും ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതൊക്കെ എത്ര ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ചതച്ചെടുക്കുക. അരച്ചെടുക്കരുത്, ചതച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നമ്മുടെ കായ ഒന്ന് തുറന്ന് നോക്കിയായിരുന്നു കേട്ടോ. കണ്ട നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമുക്ക് വെന്ത് കിട്ടാനുണ്ട് കായ. കഴിഞ്ഞപ്പോൾ ഒരു പകുതി വേവേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കാരണം വെള്ളം നമ്മൾ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് മൺചട്ടിക്കകത്താകുമ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിക്കും. കായ പെട്ടെന്ന് മൺചട്ടിക്ക് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് തുറന്നു നോക്കി. കുറേ സമയമൊന്നും എടുത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു 4 മിനിറ്റ് അത്രയ്ക്ക് എടുത്തുള്ളൂ കായ വേവാനായിട്ട്. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമ്മളൊന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് ആ ഒരു ചെറിയ തീ ഒന്ന് കുറച്ച് വയ്ക്കണേ. ആ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് പറ്റിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കുക വെച്ചാൽ ആ കായ മൊത്തം ആ നമ്മുടെ മൺചട്ടിയുടെ താഴെ പിടിക്കും. അത് മൺചട്ടിയല്ല, ഏത് പാത്രം വെച്ച് കൊടുത്താലും അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മളുടെ ആ വെള്ളം കുറച്ചൊന്ന് വറ്റി കറക്റ്റ് പാകമായി കഴിയുമ്പം
നമ്മളിതിനകത്തേക്ക് അതിന് മുമ്പ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ചെറിയ തീയിൽ നമ്മൾ വച്ചപ്പം ആ വെള്ളം നന്നായിട്ട് വറ്റി കറക്റ്റ് പാകമായി വന്നു. പിന്നെ കായ വേവിക്കുമ്പം കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്നത് ഞാൻ കുക്കിംഗ് പഠിച്ചു വരുന്ന കുട്ടികളോടാണ് കേട്ടോ. അവർക്കൊന്നും ഇത് അറിയണ്ടാവില്ല. ഇപ്പം കുക്കിംഗ് അറിയാവുന്നവർക്ക് ഇത് നല്ല ഈസി ആയിട്ട് തോന്നും. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കത് ഇതുപോലെ ഒരു പാത്രത്തിനകത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം കായയ്ക്ക്. ഇനി നമ്മളിതാ ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ നാളികേരം കായയുടെ മുകളിലേക്ക് ഞാനൊന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഈ സമയത്ത് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കരുത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട്. ആദ്യം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ എരിവൊക്കെ നോക്കിയിട്ട് വേണം കുരുമുളക് പൊടി എന്തായാലും ഇതിനകത്തേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് പച്ചമുളകൊക്കെ എടുക്കുക. അതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നില്ല. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇപ്പോഴാണ് കൊടുക്കുന്നത്, നേരത്തെ ഒന്നും കൊടുത്തിട്ടുണ്ടായില്ല. ഇപ്പം എത്ര വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അത്രയാണ് കൊടുത്തിട്ടുള്ളൂ. ഹെൽത്തി ആയിട്ടാണല്ലോ തയ്യാറാക്കുന്നത്, ഒരുപാടൊന്നും വെളിച്ചെണ്ണ കൊടുക്കേണ്ട. എന്നിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കണം. തീ നന്നേ കുറച്ച് വയ്ക്കണം. എന്നിട്ട് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഇതിനെ ഒരു സെക്കൻഡെങ്കിലും ഒന്ന് വേവിച്ചെടുക്കുക. ആ നാളികേരത്തിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇളക്കി കൊടുക്കണ്ട കേട്ടോ. ആ കായയുടെ അടിയിൽ ഒരു ലേശം വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ നമുക്കിതൊന്ന് റെഡിയായി കിട്ടിക്കോളും. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ സമയത്തൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് കുഴഞ്ഞിട്ടൊന്നുമില്ല. കുറച്ച് നേരം നമ്മൾ അതെടുത്ത് വെച്ച് കഴിയുമ്പം അറിയാം കുറച്ച് ഡ്രൈ ആവും നമ്മുടെ ഈ കായ. അപ്പോൾ നമുക്ക് ശരിക്കും കുഴഞ്ഞു പോവാത്ത രൂപത്തിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവർ ഒരു മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു തോരൻ ഒന്ന് റെഡിയാക്കി കഴിച്ച് നോക്കൂ. നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടി ഒന്നും ചേർക്കണില്ല. ഇപ്പോൾ ചൂട് സമയമാണ്. അപ്പോൾ മുളക് പൊടിയൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ്. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണ്. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഞാനൊന്ന് തുറന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ തോരൻ കാണുമ്പോൾ മനസ്സിലാവും. കുറച്ച് കണ്ടില്ലേ, ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കുഴഞ്ഞൊന്നും പോവാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തോരൻ തയ്യാറാക്കി കഴിക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി കഴിക്കൂ കേട്ടോ. കായ ഏതായാലും കുഴപ്പമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.